2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ BJP നേതൃത്വം എന്ന ഉറപ്പാണ്. അതിൻ്റെ മുന്നോടിയായാണ് തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലത്തിൽ താൻ മത്സരിക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വ്യക്തമാക്കിയത്. കേവലം സ്വന്തം നിലയ്ക്കുള്ള ഒരു പ്രതികരണമായി അതിനെ കണക്കാക്കേണ്ടതില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ അറിയാത്തയാളല്ല രാജീവ് ചന്ദ്രശേഖർ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്ര തിടുക്കപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്? രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ പ്രഖ്യാപനത്തിൽ അതൃപ്തിയുള്ളവരും BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായി തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വം മാസങ്ങൾക്ക് മുൻപേ പ്രഖ്യാപിക്കുകയും തലസ്ഥാന നഗരമടങ്ങുന്ന കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ വരുന്നതിന് ഒപ്പം തന്നെ കോർപ്പറേഷൻ്റെ ബഹുഭൂരിപക്ഷവും കൈയാളുന്ന നേമം നിയോജക മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയിച്ചു വരികയും ചെയ്താൽ അത് തലസ്ഥാന നഗരത്തിനുണ്ടാക്കുന്ന അനന്തപുരിക്കുണ്ടാക്കുന്ന വികസന നേട്ടങ്ങളെക്കുറിച്ച് ഇപ്പോഴേ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഇതിലൂടെ രാജീവ് ചന്ദ്രശേഖറും BJPയും ലക്ഷ്യമിടുന്നത്. BJPയുടെ മറ്റൊരു നേതാവും നേമം നിയോജകമണ്ഡലത്തിൽ അവകാശം ഉന്നയിക്കുകയുമില്ല, ഇനി ഉന്നയിച്ചിട്ടുമില്ല. അപ്പോൾ നേമത്ത് മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക. പാർട്ടിയിലെയും പാർട്ടി വിരുദ്ധരിലെയും കൃത്യമായൊരു മെസ്സേജ് നൽകുക. ഞാനിതാ നേമത്ത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി വിജയിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ് തേടേണ്ടത്. നേമം നിയോജക മണ്ഡലത്തെ ഉള്ളം കയ്യിലെന്ന പോലെ തിരിച്ചറിയുക. നമുക്കറിയാം, നേമം നിയോജക മണ്ഡലത്തിന് ഒരു BJP മനസ്സുണ്ട്. കഴിഞ്ഞ തവണ എവിടെയാണ് പിഴച്ചത്? തൊട്ട് മുമ്പത്തെ തവണ O രാജഗോപാൽ നേടിയതിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ V ശിവൻകുട്ടി വിജയിച്ച് കയറിയത്. അവിടെ ഏറ്റവും നിർണായകമായത് K മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു. തൊട്ട് മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ കേവലം 15,000-ഓ 16,000-ഓ വോട്ട് മാത്രമായിരുന്നു UDF സ്ഥാനാർത്ഥിക്കെങ്കിൽ അത് 20,000-ത്തിലധികം 22,000-ത്തിലധികം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ തവണ 38,000-ഓ 39,000-ഓ വോട്ട് UDF സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ നേടി. അപ്പോൾ ഈ വന്ന 20,000-22,000 വോട്ടിൻ്റെ വ്യത്യാസം, അതിൽ ബഹുഭൂരിപക്ഷവും നഷ്ടമായത് BJPക്കാണ്. അപ്പോൾ ഇത്തവണ K മുരളീധരനെ പോലെ ഒരു നേതാവ് അവിടെ എന്തായാലും വന്ന് മത്സരിക്കില്ല. ആത്മഹത്യ ചെയ്യാൻ ഇനി ഒരു ജന്മം കൂടി K മുരളീധരൻ ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. K മുരളീധരനല്ലാതെ കേരളത്തിലെ ഏത് നേതാവ് അവിടെ വന്ന് മത്സരിച്ചാലും പരാജയം ഉറപ്പാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏത് നേതാവ് ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നേമത്ത് വന്ന് മത്സരിക്കും? രമേശ് ചെന്നിത്തല മത്സരിക്കുമോ? VD സതീശൻ മത്സരിക്കുമോ? അല്ലെങ്കിൽ കേരളത്തിലെ തലമുതിർന്ന മറ്റേതൊരു നേതാവ് മത്സരിക്കും? VS ശിവകുമാർ മത്സരിക്കുമോ? പേര് പറയാൻ ആരുടെയും പേരില്ല. സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മനുഷ്യൻ പോലും മത്സരിക്കില്ല. സുധീരൻ മത്സരിക്കുമോ? K സുധാകരൻ മത്സരിക്കുമോ? ഒരു നേതാവ് പോലും ആത്മവിശ്വാസത്തോടെ നേമം നിയോജക മണ്ഡലത്തിൽ വന്ന് മത്സരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായും അറിയാം. ഇടതുപക്ഷത്തിൻ്റെയോ VS ശിവൻകുട്ടി അവിടെ മത്സരിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. ഒന്ന്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുകയാണ് V ശിവൻകുട്ടിയെ. ഇനിയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രചരണങ്ങളിൽ മുഴുവൻ സമയം മുഴുകി നിൽക്കാൻ V ശിവൻകുട്ടിയെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് തന്നെ അറിയാം. അപ്പോൾ CPMനും അവിടെ മറ്റൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്തേണ്ടതുണ്ട്. V ശിവൻകുട്ടി അല്ലെങ്കിൽ V ശിവൻകുട്ടിയോടൊപ്പം നേമം നിയോജക മണ്ഡലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഏതു നേതാവുണ്ട് തലസ്ഥാനത്ത് CPMന്? V ശിവൻകുട്ടിയുടെ ഒരു പ്രത്യേകത, ഏതു സാഹചര്യത്തിലും ഒരു ചെറുപ്പക്കാരുടെ സംഘത്തിനൊപ്പം നിൽക്കാനുള്ള കഴിവാണ്. മുണ്ടും മടക്കിക്കുത്തി എല്ലാവർക്കുമൊപ്പം ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം ശിവൻകുട്ടി പരാജയപ്പെട്ടു. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ ചില ഫാക്ടറുകൾ കൊണ്ട്, പ്രത്യേകിച്ച് O രാജഗോപാലിന് പകരം മത്സരിച്ചത് കുമ്മനം രാജശേഖരനാണ്. O രാജഗോപാലിന് ഉള്ളതുപോലെ അത്രത്തോളം ഒരു ജനകീയത കുമ്മനത്തിനുണ്ടോ എന്നുള്ള സംശയമാണ്.
വേറൊരു തരത്തിൽ പറഞ്ഞാൽ കുമ്മനത്തിനോട് സംഘപരിവാറിന് രാജഗോപാലിനേക്കാൾ അടുപ്പവുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ UDF-ലേക്ക് പോയ 20-22,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് BJP-യുടെ പരാജയത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥി LDF-ന് നേമത്തുണ്ടാകില്ല. ഇടയ്ക്ക് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ പരിഗണിക്കുന്നു എന്നുള്ള ചില സൂചനകൾ കേട്ടിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന S. സുരേഷിനെ, അവിടെ ചെറുപ്പക്കാരിൽ വലിയ സ്വാധീനമുള്ള സുരേഷിനെ അവിടെ മത്സരിപ്പിക്കുമെന്നുള്ള ചില സൂചനകൾ കേട്ടിരുന്നു. ഒരു ഇടതു സ്വതന്ത്രനെ, സർവസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇടതു പിന്തുണയോടെ മത്സരിപ്പിക്കുമെന്ന് ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതേസമയം നേമത്ത് ശിവൻകുട്ടിയെപ്പോലെ ഒരാൾ മത്സരിച്ചില്ലെങ്കിൽ, മുരളീധരനെ പോലെ ഒരാൾ മത്സരിച്ചില്ലെങ്കിൽ നേമം നിയോജക മണ്ഡലം ഉറപ്പായും BJP-യുടെ കയ്യിലേക്ക് എത്തും, താമര വിരിയും, അതിൽ യാതൊരു സംശയവുമില്ല. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് BJP-യുടെ കേന്ദ്ര നേതൃത്വം തന്നെ രാജീവ് ചന്ദ്രശേഖരന് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ തന്നെ നേമത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട്, നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങുക. ഇത് മറ്റൊരു സ്ഥാനാർത്ഥിക്കും അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഇതൊരു കീഴ്വഴക്കമാകേണ്ടതുമില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് എന്തിനാണ് BJP-യുടെ ദേശീയ നേതൃത്വം കൊണ്ടുവന്നത്? കേരളത്തിലെ നിലവിലുള്ള BJP-യുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറ്റിമറിക്കുക. പടലപ്പിണക്കം കൊണ്ടും ഗ്രൂപ്പ് വഴക്ക് കൊണ്ടും അടിമുടി ആകെ പ്രതിസന്ധിയിലായിരുന്ന ഒരു പാർട്ടിയെ ഒരു കുടക്കീഴിലാക്കുന്നതിനും വലിയൊരു ആവേശം ജനങ്ങളിലേക്ക് നിറയ്ക്കുന്നതിനും തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം വിജയിക്കുമെന്നൊരു പ്രതീതി എത്തിക്കുന്നതിനും രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു. അത് നിലനിർത്തുക, മൂഡ് നിലനിർത്തുക എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് പാർട്ടി നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം.